വർക്ക് ബുക്ക് എടുത്തോ? എടുത്തോ? ആ, വർക്ക് ബുക്കിൽ എഴുതിയവര് ആ ചെയ്തേക്കുന്നത് ശരിയാണോ എന്ന് റെഡിങ് കൊണ്ട് നോക്കിയാൽ മതി. ശരിയാണെങ്കിൽ ഓരോ സ്റ്റെപ്പിലും ടിക്കിട്ട് പോവുക, തെറ്റാണെങ്കിൽ വെട്ടിയിട്ട് അതിന്റെ ഇപ്പുറത്തോട്ട് മാറ്റി കറക്റ്റ് സ്റ്റെപ്പ് എഴുതണം. എഴുതാത്തവര് ഇപ്പൊ ഇവിടെ ഇരുന്ന് സാധാരണ പേന കൊണ്ട് എഴുതിക്കോളാം. എക്സസൈസ് 2, എക്സസൈസ് 2 ബ്രാക്കറ്റിൽ പേജ് നമ്പർ 87. എക്സസൈസ് 2 ബ്രാക്കറ്റിൽ പേജ് നമ്പർ 80. ഇതിന്റെ വർക്ക് ബുക്ക് എന്ത് ചെയ്യും? 87. ആ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 1 എഴുതിക്കുക. എഴുതാത്തവര് ക്വസ്റ്റ്യൻ നമ്പർ 1 എഴുതുക. ആ, നോക്കാം. ഇനി ആരെങ്കിലും ചോദ്യം എഴുതാനുണ്ടോ? ഇല്ല. നോക്ക, ചോദ്യം എന്താണ്? 1 added to the product of 2 consecutive even numbers gave 289. What are the numbers? ചോദ്യത്തിന് അർത്ഥം പറഞ്ഞാട്ടെ. കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ അടുത്തടുത്തുള്ള 2 ഈവൻ നമ്പറുകൾ. അണ്ടർലൈൻ ചെയ്യുക വാക്ക് ഈവൻ നമ്പേഴ്സ്. ആ ഈവൻ നമ്പറുകളുടെ പ്രോഡക്റ്റിനോടുകൂടി എന്ന് പറയുമ്പോൾ ആ 2 നമ്പറുടെ മൾട്ടിപ്ലൈ ചെയ്തു. അതിനോടുകൂടി എത്ര കൂട്ടി എത്ര ആഡ് ചെയ്തു? 1 കൂട്ടി 1 ആഡ് ചെയ്തപ്പോ എത്ര കിട്ടി നമുക്ക്? 289 കിട്ടി. 289 കിട്ടി. എങ്കിൽ വാട്ട് ആർ ദ നമ്പേഴ്സ്? സംഖ്യകൾ ഏതൊക്കെ? നോക്കാം. നമ്മുടെ ഈവൻ നമ്പറുകൾ എങ്ങനെയാ പോകുന്നത്? 2, 4, 6 എക്സെട്ര ഇങ്ങനല്ലേ ഈവൻ നമ്പറുകൾ പോകുന്നത്. അപ്പൊ ഒരു ഈവൻ നമ്പർ അറിയാമെങ്കിൽ അതിന്റെ അടുത്ത ഈവൻ നമ്പർ എങ്ങനെ കണ്ടുപിടിക്കും? അതിനോടുകൂടി 2നോട് 2 കൂട്ടുമ്പോഴാണ് 4 കിട്ടുന്നത്. 4നോട് 2 കൂട്ടുമ്പോഴാണ് 6 കിട്ടുന്നത്. അപ്പൊ എത്ര വീതം കൂട്ടി കൂട്ടി പോകുന്നു? 2 വീതം. അപ്പൊ നമ്മൾ എഴുതുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞാട്ടെ. അടുത്ത സ്റ്റെപ്പ് എന്തുവാണ്? കോമൺ ഡിഫറൻസോ? 2 ഈവൻ നമ്പർ ആദ്യം വേണ്ടേ? അപ്പൊ അതിലെ ഫസ്റ്റ് ഈവൻ നമ്പർ എന്തായിട്ട് എടുക്കും? എക്സ്. അപ്പൊ എഴുതുക ഫസ്റ്റ് ഈവൻ നമ്പർ ഈക്വൽ ഒന്നാമത്തെ ഇരട്ട സംഖ്യ സമം ഫസ്റ്റ് ഈവൻ നമ്പർ ഒന്നാമത്തെ ഇരട്ട സംഖ്യ സമം എക്സ്. ശരിയോ? അടുത്ത വരിയിൽ രണ്ടാമത്തെ ഇരട്ട സംഖ്യ സെക്കൻഡ് ഈവൻ നമ്പർ ഈക്വൽ പറഞ്ഞാട്ടെ x+2. ഈ സ്റ്റെപ്പുകൾ എഴുതിയതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല, ഉറപ്പാണല്ലോ. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ഈ 2 ഈവൻ നമ്പറുകളുടെ ഇരട്ട സംഖ്യകളുടെ പ്രോഡക്റ്റിനോട് ഗുണനഫലത്തിനോട് എത്ര കൂട്ടണം? 1 കൂട്ടണം. അപ്പൊ അടുത്ത വല്ല എഴുതുക പ്രോഡക്റ്റ് +1. പ്രോഡക്റ്റ് +1 ഈക്വൽ 289. 289 ബ്രാക്കറ്റിൽ ഗിവൺ തന്നിട്ടുണ്ട്. ആണോ? ഓക്കെ. അപ്പൊ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോ ആരുടെ പ്രോഡക്റ്റാ? അതുള്ളു എന്ന് പറയുമ്പോ ആരുടെയൊക്കെയാ? എക്സിന്റെയും x+2 കൂടിയുള്ള പ്രോഡക്റ്റ്. അപ്പൊ എഴുതുക വിച്ച് ഇംപ്ലൈസ് x × x+2 +1 ഈക്വൽ 289. ഇനി ആദ്യത്തെ 2 പേരുടെ ബ്രാക്കറ്റ് ഒന്ന് കുറിച്ച് പറഞ്ഞേ. x × x x², x × 2 2x +1 ഈക്വൽ 289. ശ്രദ്ധിക്കാം. ഇത് നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിച്ച ഒരു എക്സ്പാൻഷനാണ്. അതായത് ഒരാളെ എക്സ്പാൻഡ് ചെയ്യുമ്പോഴാണ്, വിപുലീകരിക്കുമ്പോഴാണ് ഇത് കിട്ടുന്നത്. ആരെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ആരെ വിപുലീകരിക്കും? x+1 ദ ഹോൾ സ്ക്വയറിനെ വിപുലീകരിക്കുമ്പോഴാണ് x² + 2x+1 എന്ന് കിട്ടുന്നത്. ഇനി കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗം x² കിട്ടണമെങ്കിൽ ആരെ എടുത്ത് സ്ക്വയർ ചെയ്യണം? എക്സിനെ. അത് ഇവിടെ എഴുതി.
ഈ 1 കിട്ടണമെങ്കിൽ ആരെ എടുത്ത് സ്ക്വയർ ചെയ്യണം? 1-ന്. ഈ രണ്ടാമത്തെ ടേമിന്റെ മുമ്പിലത്തെ ചിഹ്നം പ്ലസ് ആണെങ്കിൽ നടുക്കളത്തെ ചിഹ്നം എന്തായിരിക്കും? പ്ലസ്. അപ്പൊ അതിനവരിവിടെ മൈനസ് ആയിരുന്നെങ്കിലോ? ഇവിടെ -1. ഈ സ്റ്റെപ്പിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പൊ അടുത്ത വരിയിൽ അങ്ങനെയാണെങ്കിൽ x+1 വില പറഞ്ഞാട്ടെ. ഈ ബാക്കി കഴിഞ്ഞ ദിവസം പഠിച്ചതാ. x+1 ഈക്വൽ പ്ലസ് ഓർ മൈനസ് √289. അപ്പോൾ x+1 ഈക്വൽ പ്ലസ് ഓർ മൈനസ് 289ന്റെ റൂട്ട് എത്ര? 17. അപ്പൊ x+1 എത്ര വിലയുണ്ട്? 2 വില. ഏതൊക്കെ? x+1 ഒരു വില 17, x+1 അടുത്ത വില -17 ആണോ? അപ്പോൾ x ഈക്വൽ 17 +1 അപ്പുറത്ത് പോട്ടെ -1. അപ്പൊ x ഈക്വൽ 17 1 കുറച്ചാൽ 16. ഈ രണ്ടാമത്തേത് x ഈക്വൽ -17 +1 അപ്പുറത്ത് പോട്ടെ -1. x ഈക്വൽ -17 -1 -18. ഇത്രയും ആരെങ്കിലും എഴുതാനുണ്ടോ? ഉണ്ടോ? ഇല്ല. ഉണ്ടോ? അതുള്ള സാറും തൊടുക്കരുത് ഇത്ര നേരം. എനിക്ക് മനസ്സിലായി. നമ്മുടെ പ്രോബ്ലത്തിൽ നമ്മൾ ആരെയാണ് x എന്ന് വിളിച്ചത്? ഈവൻ നമ്പർ. നിങ്ങൾ ഈവൻ നമ്പർ പഠിച്ചപ്പോൾ നെഗറ്റീവ് നമ്പർ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. ഉണ്ടോ? -2 -4 -6 പഠിച്ചിട്ടുണ്ടോ? ഇല്ല. എങ്ങനെ പഠിച്ചിട്ടുള്ളത്? 2 4 6 8 എക്സെട്ര എന്ന പോസിറ്റീവ് നമ്പറുകളെയാണ് ഈവൻ നമ്പർ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇനി കൺക്ലൂഷൻ പറഞ്ഞാട്ടെ. ഇത്ര കഴിഞ്ഞിട്ട് x ഈക്വൽ -18 ഈസ് നോട്ട് അക്സെപ്റ്റബിൾ എഴുതുക. x ഈക്വൽ -18 ഈസ് നോട്ട് അക്സെപ്റ്റബിൾ. x ഈക്വൽ -18 ഈസ് നോട്ട് അക്സെപ്റ്റബിൾ. x ഈക്വൽ -18 ഈസ് നോട്ട് അക്സെപ്റ്റബിൾ. Therefore അങ്ങനാണെങ്കിൽ x-ന്റെ വില ഹലോ അങ്ങനാണെങ്കിൽ x-ന്റെ വില 16. നിങ്ങളോട് x-ന്റെ വില കണ്ടുപിടിക്കാനാണോ ചോദ്യം? അല്ല. ചോദ്യം എന്തോ വായിച്ചാട്ടെ. വാട്ട് ആർ ദി നമ്പേഴ്സ്? അപ്പൊ അടുത്ത വല്ല എഴുതുക. when x ഈക്വൽ 16 when x ഈക്വൽ 16 പറയട്ടെ ബാക്കി പറയട്ടെ. ഫസ്റ്റ് ഈവൻ നമ്പർ ഈക്വൽ അടുത്ത വരിയിൽ ഫസ്റ്റ് ഈവൻ നമ്പർ ഈക്വൽ x ഈക്വൽ 16 16. അടുത്ത വരിയില് സെക്കൻഡ് ഈവൻ നമ്പർ രണ്ടാമത്തെ ഇരട്ട സംഖ്യ സമം x+2 ഈക്വൽ 16 + 2. ആൻസർ 16 + 2 18. ഓക്കെ. അപ്പൊ നമ്മുടെ ചോദ്യത്തിൽ ആവശ്യപ്പെട്ടേക്കുന്ന നമ്പറുകൾ ഏതൊക്കെയാണ്? 16ഉം 18. ഇവര് രണ്ടുപേരും അടുത്തടുത്ത രണ്ട് ഈവൻ നമ്പറുകളാണോ? ആണ്. ഇനി ഉത്തരം ശരിയാണെന്ന് എങ്ങനെ പരിശോധിക്കും? ആദ്യം 16ഉം 18 ഗുണിച്ചു നോക്കണം. ഒന്ന് ഗുണിച്ചു പറഞ്ഞേ. 16 × 18 എത്ര വരും? 16 × 18 ഗുണിക്കുമ്പോ കിട്ടുന്ന ഉത്തരം പറയുക. കുറിക്കട്ടെ. 16 × 18 ഗുണിക്കുമ്പോഴുള്ള ഉത്തരം എത്ര? 16 × 18 288. 6 8 48. ശിഷ്ടം 4. 1 8 8 4 12. 1 6 6 1 1 8. 6 × 2 8. 1 1 2 288. അപ്പൊ പ്രോഡക്റ്റ് എത്ര വരുന്നു? ഗുണനഫലം എത്ര വരുന്നു? 288. അതിനോട് എത്രയോടെ കൂട്ടണം? ഒന്നുകൂടെ കൂട്ടണം. +1. അപ്പൊ എത്ര കിട്ടും? 289.
അങ്ങനെ 289 കിട്ടണമെന്നല്ലേ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിരിക്കുന്നത്. ബുദ്ധിമുട്ടെന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഓൾ സ്റ്റാൻഡപ്പ് വായിച്ചു നോക്കുക, മനസ്സിലാകുന്നവർ. ആ, എന്താണ് ജിഷാനെ രണ്ടാമത്തെ ചോദ്യം? 9 added to the ചോദ്യമില്ല അതിനകത്ത്. 9 added to the product of two consecutive multiples of 6. അണ്ടർലൈൻ ചെയ്യുക. കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് 6. കോൺസിക്യൂട്ടീവ് എന്ന വാക്കിന്റെ അർത്ഥം അടുത്തടുത്തുള്ള. മൾട്ടിപ്പിൾ ഓഫ് 6 എന്ന് പറഞ്ഞ അർത്ഥം 6ന്റെ ഗുണിതങ്ങൾ. എന്താണ് ഈ 6ന്റെ ഗുണിതങ്ങൾ എന്ന് പറഞ്ഞ അർത്ഥം? 6ന്റെ ഗുണന പട്ടികത്തിൽ എഴുതുന്ന 1 6 6, 2 6 12, 3 6 18 എക്സെട്ര. ഇവരെ വിളിക്കുന്ന പേരാണ് എന്ത്? എന്ത്? ഹലോ, എന്തോ മൾട്ടിപ്പിൾ ഓഫ് 6. ഇതിലെ ഏതോ അടുത്തടുത്തുള്ള 2 പേരുടെ പ്രോഡക്റ്റ് ഗുണനഫലം കണ്ടുപിടിച്ചു. എന്നിട്ട് അതിനോടുകൂടി എത്ര കൂട്ടി? 6 കൂട്ടിയെന്നോ? 9 കൂട്ടി. അങ്ങനെ കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 729, 729 കിട്ടി. എങ്കിൽ നമ്പർ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. നിങ്ങൾക്ക് തന്നെ പറയാന്നുള്ള സ്റ്റെപ്പ് പറഞ്ഞെഴുതിക്കൂ. അപ്നർ സാർ സ്റ്റെപ്പ് പറഞ്ഞെഴുതൂ. സ്റ്റെപ്പ് പറയാനെന്ന് അതുകൊണ്ട് ഫസ്റ്റ് മൾട്ടിപ്പിൾ ഓഫ് 6. ഫസ്റ്റ് മൾട്ടിപ്പിൾ ഓഫ് 6 6ന്റെ ആദ്യത്തെ ഗുണിതം. ഫസ്റ്റ് മൾട്ടിപ്പിൾ ഓഫ് 6 6ന്റെ ആദ്യത്തെ ഗുണിതം സമം എക്സ്. ബ്രാക്കറ്റിൽ സപ്പോസ് which implies സെക്കൻഡ് മൾട്ടിപ്പിൾ ഓഫ് 6 6ന്റെ രണ്ടാമത്തെ ഗുണിതം. സെക്കൻഡ് മൾട്ടിപ്പിൾ ഓഫ് 6 6ന്റെ രണ്ടാമത്തെ ഗുണിതം എക്സ് പ്ലസ് 6. ഇതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. ഇനി ഇവരുടെ എന്ത് കണ്ടുപിടിക്കണം? ഉണ്ടെന്നില്ല. പ്രോഡക്റ്റ് ഗുണനഫലം എഴുതുക. പ്രോഡക്റ്റ്, ആ പ്രോഡക്റ്റിനോട് ഗുണനഫലത്തിനോട് എത്ര കൂട്ടണം? 9 കൂട്ടണം. അങ്ങനെ 9 കൂട്ടിയാൽ എത്ര കിട്ടുമെന്നാ പറയുന്നേ? എത്ര? 729 കിട്ടുമെന്നാണ് പറയുന്നത്. ബ്രാക്കറ്റിൽ ഗിവൺ. ഇനി എഴുതാത്തവര് മൃഗസ്യാനം പറഞ്ഞിരിക്കരുത്. ഞാൻ എഴുതുമ്പോ എന്റെ കൂടെ എഴുതി പറയണം. വിച്ച് ഇംപ്ലൈസ് പറഞ്ഞാട്ടെ. പ്രോഡക്റ്റ് സ്റ്റെപ്പ് പറയാനെന്ന് എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 6 പ്ലസ് 9 ഈക്വൽ 729 ആണോ? ഈ ബ്രാക്കറ്റ് ഗുണിക്കാൻ അറിയാവോ? അറിയത്തില്ലേ? ഗുണിച്ചു പറഞ്ഞാട്ടെ. എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ, എക്സ് ഇൻറ്റു 6 6x പ്ലസ് 9 ഈക്വൽ 729. ഇത് മുമ്പേ പറഞ്ഞ ഐഡിയ. അടുത്തയാനിൽ ഇത് നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ച ഒരു എക്സ്പാൻഷനാണ്. ആരെ എക്സ്പാൻഡ് ചെയ്യുമ്പോഴാണ് ഇത് കിട്ടുന്നത്? എക്സ് സ്ക്വയർ കിട്ടണമെങ്കിൽ എക്സിനെ എടുത്ത് സ്ക്വയർ ചെയ്യണം. 9 കിട്ടണമെങ്കിൽ 3നെ എടുത്ത് സ്ക്വയർ ചെയ്യണം. ഈ എക്സ് ഉള്ള ടേമിന്റെ മുമ്പിലത്തെ ചിഹ്നം പ്ലസ് ആയതുകൊണ്ട് നടുക്ക് എന്ത് വരും? പ്ലസ്. അപ്പൊ എക്സ് പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 729. ആണോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് 3യുടെ വില എന്തോ കിട്ടും? പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 729. ആണോ? അപ്പോൾ എക്സ് പ്ലസ് 3 ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 729ന്റെ റൂട്ട് 27. ഇവിടം വരെ ആർക്കെങ്കിലും സംശയം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. മാളവികെ പെൻഷൻ പിന്നെ കിട്ടും പഞ്ചായത്തിൽ നിന്ന് കേട്ടോ. ഓക്കെ, നീ എന്ന് വരുമോ എന്നുള്ള ആശങ്കയിലിരിക്കുക മാളവിക. അപ്പൊ എക്സ് പ്ലസ് 3ക്ക് എത്ര വിലയുണ്ട്? 2 വില. ഏതൊക്കെ? ഒരെണ്ണം പ്ലസ് 27, ഒരെണ്ണം മൈനസ് 27. ഇതിനു മുന്നേ നമുക്ക് രണ്ടായിട്ട് എഴുതാം. പറഞ്ഞാട്ടെ. എക്സ് പ്ലസ് 3 ഈക്വൽ 27 ഓർ എക്സ് പ്ലസ് 3 ഈക്വൽ മൈനസ് 27. അപ്പൊ എക്സ് ഈക്വൽ 27 പ്ലസ് 3 അപ്പുറത്ത് പോട്ടെ, -3.
എക്സ് ഈക്വൽ 27 നിന്ന് 3 കുറച്ചാൽ 24. അപ്പുറത്ത് എക്സ് ഈക്വൽ -27 പ്ലസ് 3 അപ്പുറത്ത് പോട്ടെ -3. എക്സ് ഈക്വൽ -27 -3 -30. ഓക്കെ. നിശാനെ, നമ്മൾ ഈ പ്രോബ്ലത്തിൽ ആരെയാണ് എക്സ് എന്ന് വിളിച്ചത്? ഫസ്റ്റ് മൾട്ടിപ്പിൾ ഓഫ് 6-നെയാണ്. നിങ്ങൾ ഗുണനപ്പട്ടി പഠിച്ചപ്പോൾ ഇതിനകത്ത് നെഗറ്റീവ് നമ്പർ ഉണ്ടായിരുന്നോ ആദിത്യനിൽ? ഒരു കാരണവശാലില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതി വെക്കാം. എഴുതുക എക്സ് ഈക്വൽ -30, എക്സ് ഈക്വൽ -30 -30 ഈസ് നോട്ട് acceptable. X equal -30 is not acceptable. Therefore, അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വില ഉണ്ടെന്നില്ല. എക്സിന്റെ വില 24. ഓക്കെ. അടുത്ത വരിയിൽ then x equal 24. പറഞ്ഞോട്ടെ സ്റ്റെപ്പ്. ബാക്കി സ്റ്റെപ്പ് പറയണേ. ഫസ്റ്റ് മൾട്ടിപ്പിൾ ഓഫ് 6, 6ന്റെ ആദ്യത്തെ ഗുണിതം സമം എക്സ് ഈക്വൽ മിണ്ടുന്നില്ല. എക്സ് ഈക്വൽ 24. അടുത്തത് സെക്കൻഡ് മൾട്ടിപ്പിൾ ഓഫ് 6. സെക്കൻഡ് മൾട്ടിപ്പിൾ ഓഫ് 6, 6ന്റെ രണ്ടാമത്തെ ഗുണിതം ഈക്വൽ എക്സ് പ്ലസ് 6. എക്സിന്റെ വില 24 പ്ലസ് 6. 24 6 കൂട്ടിയാൽ 30. നോക്ക, ഈ 24 30 6ന്റെ ഗുണിതങ്ങളാണോ 6ന്റെ മൾട്ടിപ്പിൾസ് ആണോ? അതെ. ഇവർ രണ്ടുപേരും അടുത്തടുത്ത രണ്ടുപേരാണോ? അല്ലയോ. 6ന്റെ അടുത്തടുത്ത രണ്ട് ഗുണിതങ്ങളല്ലേ, മൾട്ടിപ്പിൾസ് അല്ലേ 24 30. ഓക്കെ. ഇനി ഉത്തരം ശരിയാണെന്ന് എങ്ങനെ നോക്കും? 24നെ 30 കൊണ്ട് ഗുണിക്കണം. 24നെ 3 കൊണ്ട് ഗുണിച്ചിട്ട് ഒരു 0 ചേർത്താൽ മതി. പറഞ്ഞാട്ടെ, 24നെ 3 കൊണ്ട് ഗുണിച്ചാൽ 700. ആ പ്രോഡക്റ്റിനോട്, ആ ഗുണനഫലത്തിനോട് എത്ര കൂട്ടണം, എത്ര ആഡ് ചെയ്യണം? 9 കൂട്ടണം. അപ്പൊ എത്ര കിട്ടും ആൻസർ? 729, 729. ഇതല്ലേ നമ്മുടെ ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്? ആണോ? ശരി. ഓൾ സ്റ്റാൻഡപ്പ് വായിച്ചു നോക്കുക. മനസ്സിലാകുന്നവർക്ക് ഇരിക്കാം, ഡൗട്ട് ഉണ്ടെങ്കിൽ നിൽക്കാം. ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അകത്തിലെ എല്ലാ സെക്ഷനുകളിലും അരിത്തമെറ്റിക് സീക്വൻസിനെ ലിങ്ക് ചെയ്തുള്ള കണക്കുകൾ ഉണ്ട്. അതായത് അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഐഡിയ ഉപയോഗിച്ചുകൊണ്ട് സെക്കൻഡ് ഡിഗ്രിയുടെ പ്രോബ്ലം ചെയ്യണം. ഒന്ന് വായിച്ചാട്ടെ ചോദ്യം. എന്തൊരു ചോദ്യം? ദി ഫസ്റ്റ് ഫ്യൂ ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് 9, 11, 13 etc. were added and then 16 added to the sum to get 256. അതായത് 9, 11, 13 എക്സെട്ര എന്നിങ്ങനെ പോകുന്ന ഒരു അരിത്തമെറ്റിക് സീക്വൻസ്. അതിലെ കുറച്ച് ടേമുകൾ. അപ്പോൾ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താണ്? എത്ര ടേമാണെന്ന് പറയുന്നില്ല. അതിലെ കുറച്ച് ടേമുകൾ എടുത്ത് എന്ത് ചെയ്തു? കൂട്ടി, ആഡ് ചെയ്തു. എന്നിട്ട് ആ സമ്മിനോടുകൂടി, ആ തുകയോടുകൂടി എത്രയും കൂടെ കൂട്ടി, വീണ്ടും ഒരു 16 കൂടെ കൂട്ടി. എത്ര കൂടെ കൂട്ടി? അങ്ങനെ കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 256, 256 കിട്ടി. ആരെ കിട്ടി? എങ്കിൽ ഹൗ മെനി ടേംസ് വെയർ ആഡഡ്? അപ്പൊ എത്ര ടേമുകളാണ് ആഡ് ചെയ്തത് എന്നാണ് കണ്ടുപിടിക്കുന്നത്. ചോദ്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. അപ്പൊ എഴുതിയാട്ടെ ആൻസർ. ആദ്യം അരിത്തമെറ്റിക് സീക്വൻസ് എന്നൊരു ഹെഡിങ് കൊടുക്കാം. അരിത്തമെറ്റിക് സീക്വൻസ് എന്നൊരു ഹെഡിങ് കൊടുക്കാം. അരിത്തമെറ്റിക് സീക്വൻസ്, സമാന്തര ശ്രേണി എന്ന് മലയാളത്തിൽ പറയും. എന്നിട്ട് ഇതങ്ങോട്ട് എഴുതുക 9, 11, 13 എക്സെട്ര എന്നങ്ങോട്ട് എഴുതുക. 9, 11,
13 എക്സെട്ര എന്നങ്ങോട്ട് എഴുതുക. അപ്പൊ ഇതിനകത്ത് നമുക്ക് 2-3 പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ, നമ്മൾ സെക്കൻഡ് ഡിഗ്രി അല്ല പറയുന്നത്, അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. എന്തൊക്കെ എഴുതാൻ പറ്റും? ആദ്യം കോമൺ ഡിഫറൻസ് ആണ്. അപ്പൊ എഴുതുക ഫസ്റ്റ് ടേം ഈക്വൽ എഫ് ഈക്വൽ 9. അടുത്തത് പിന്നെ ആരെ കണ്ടുപിടിക്കാം? കോമൺ ഡിഫറൻസ്. എഴുതുക കോമൺ ഡിഫറൻസ് ഈക്വൽ ഡി ഈക്വൽ 11 മൈനസ് 9 ഈസ് ഈക്വൽ ടു 2. ഇനി ചോദ്യത്തിൽ പറയുന്നത് കുറച്ച് ടേമുകൾ എടുത്ത് കൂട്ടിയതല്ലേ. ഈ കുറച്ച ടേമിന് നമ്മൾ സാധാരണഗതിയിൽ എന്തെന്നെടുക്കും? നമ്പർ ഓഫ് ടേംസ്. അതെന്താണ് എടുക്കണം അന്നേരം? n. അപ്പൊ എഴുതുക നമ്പർ ഓഫ് ടേംസ് ഈക്വൽ n. നമ്പർ ഓഫ് ടേംസ് ഈക്വൽ പദങ്ങളുടെ എണ്ണം സമം n ബ്രാക്കറ്റിൽ സങ്കൽപ്പിക്കുക സപ്പോസ്. അപ്പൊ ഇവിടം വരെ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. ഇനി ചോദ്യത്തിൽ ഒരു സമ്മിനെ കുറിച്ച് പറയുന്നില്ലേ വാലിച്ചേട്ടാ? ഉണ്ട്. അപ്പൊ എഴുതുക സം ഈക്വൽ SN ഈക്വൽ, സമ്മിനെ സൂചിപ്പിക്കുന്ന അക്ഷരമാണല്ലോ SN. SN കണ്ടുപിടിക്കാൻ നമ്മൾ മൂന്നാമത്തെ പാഠത്തിൽ 2 ഫോർമുല പഠിച്ചായിരുന്നു. അതിൽ ആരെ എടുക്കും? n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d. അതെന്താണ് ഈ ഫോർമുല എടുക്കാനുള്ള കാരണം? ലാസ്റ്റ് ടേം അറിയത്തില്ല. അപ്പൊ എന്റെ കൂടെ എഴുതി വരണം. SN ഈക്വൽ എന്നറിയാത്തോണ്ട് n/2 അങ്ങനെ തന്നെ എഴുതി. 2 ഇൻറ്റു എയുടെ വില 9 പ്ലസ് n-1 ഇൻറ്റു ഡിയുടെ വില 2. അപ്പോൾ n/2 ഇൻറ്റു 2 ഗുണം 9 18 പ്ലസ് ഇനി ബ്രാക്കറ്റ് ഗുണിക്കുന്നു n ഇൻറ്റു 2 2n മൈനസ് 1 ഇൻറ്റു 2 -2. അപ്പോൾ n/2 ഇൻറ്റു n ഉള്ള ഒരു ടേമേ ഉള്ളൂ, അതെടുത്ത് ആദ്യം എഴുതി 2n. 18 നിന്ന് 2 കുറച്ചാൽ 16. ഈ ബ്രാക്കറ്റിന് വെളിയിൽ കിടക്കുന്ന n/2 ബ്രാക്കറ്റിനകത്തുള്ള എല്ലാവർക്കും ബാധകമല്ലേ? അപ്പൊ n/2 അകത്തോട്ട് കൊണ്ടുവരികയെ n/2 ഇൻറ്റു n/2 ഇൻറ്റു 2n പ്ലസ് n/2 ഇൻറ്റു 16. ഇവിടുന്ന് 2 കൂടെ കട്ട് ചെയ്ത് പോയി. n ഇൻറ്റു n n സ്ക്വയർ. ഇവിടുന്ന് 2ഉം 16 വെട്ടി എത്ര കിട്ടും? 8 8n. ഇതാണ് ആ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ആ സമാന്തര ശ്രേണിയുടെ കുറച്ച് പദങ്ങളുടെ കുറച്ച് ടേംസിന്റെ തുക, സം. ഇവിടെ വരെ ഓക്കെ ആണോ? ആണ്. ഇന്ന് ചോദ്യത്തിൽ പറയുന്നത് ഈ സമ്മിനോട് കൂടി ഈ തുകയോട് കൂടി കൂട്ടി സാർ പാടച്ചു നോക്കൂ. എത്ര കൂട്ടണം? 16 കൂട്ടണം. അങ്ങനെ 16 കൂട്ടുമ്പോൾ എത്ര കിട്ടുമെന്നാ പറയുന്നത്? 256 ബ്രാക്കറ്റിൽ ഗിവൺ തന്നിട്ടുണ്ട്. എഴുതിയാട്ടെ. എഴുതിയോ? അപ്പൊ എന്തായിരുന്നു നമ്മൾ കണ്ടുപിടിച്ച സമ്മ? n സ്ക്വയർ പ്ലസ് 8n. അതിനോടുകൂടി എത്ര കൂട്ടണം? 16. അപ്പൊ എത്ര കിട്ടും? 256. ഇത് നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിച്ച ഒരു എക്സ്പാൻഷനാണ്. ആരെ എക്സ്പാൻഡ് ചെയ്യുമ്പോഴാണ് ഇത് കിട്ടുന്നത്?
എൻ സ്ക്വയർ കിട്ടണമെങ്കിൽ എന്നിനെ എടുത്ത് എക്സ്പാൻഡ് ചെയ്യണം. 16 കിട്ടണമെങ്കിൽ 4നെ എടുത്ത് എക്സ്പാൻഡ് ചെയ്യണം. രണ്ടാമത്തെ ടേമിന്റെ മുമ്പിലത്തെ ചിഹ്നം പ്ലസ് ആയതുകൊണ്ട് നടുക്ക് എന്ത് വരും? പ്ലസ്. അപ്പൊ n+4 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 256 ആണോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ n+4ന്റെ വില എന്തോ കിട്ടും? വേണ്ടുന്നില്ല. ± റൂട്ട് ഓഫ് 256 ആണോ? അപ്പൊ n+4 ഈക്വൽ ± 256ന്റെ റൂട്ട്. ഏത് നമ്പരിനെ അതുകൊണ്ട് തന്നെ ഗുണിക്കുമ്പോഴാണ് 256 കിട്ടുന്നത്. 16. അപ്പൊ n+4ന് എത്ര വില? 2 വില. വലിച്ചേട്ടാ ആദിത്യനിൽ ഏതൊക്കെയാണ് വില? n+4ന്റെ ഒരു വില 16. n+4ന്റെ അടുത്ത വില -16. അപ്പൊ n ഈക്വൽ 16 +4 അപ്പുറത്ത് പോട്ടെ -4. n ഈക്വൽ 16 4 കുറച്ചാൽ 12. ഇനി അപ്പുറത്ത് n ഈക്വൽ -16 +4 അപ്പുറത്ത് പോട്ടെ -4. n ഈക്വൽ -16 -4 -20. നമ്മൾ ഈ പ്രോബ്ലത്തിൽ ആരെയാണ് n എന്ന് വിളിച്ചത്? നമ്പർ ഓഫ് ടേംസ്. ആരുടെ നമ്പർ ഓഫ് ടേംസ്? ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ നമ്പർ ഓഫ് ടേംസ്. അത് നമ്മൾ ഒരിക്കലും എന്തിൽ പറയില്ല? നെഗറ്റീവിൽ പറയില്ല. അപ്പൊ കൺക്ലൂഷൻ പറഞ്ഞാട്ടെ. n ഈക്വൽ -20 ഈസ് നോട്ട് acceptable. Therefore n equal 12. അപ്പൊ എന്തു അർത്ഥം? ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ 12 ടേമുകളുടെ സമ്മിനെ, ഏത് അരിത്തമെറ്റിക് സീക്വൻസിലെ 9, 11, 13 എന്നിങ്ങനെ പോകുന്ന അരിത്തമെറ്റിക് സീക്വൻസിലെ 12 ടേമുകളുടെ സമ്മ. അതെങ്ങനെ കണ്ടുപിടിക്കടേ? 12 ടേമിന്റെ സമ്മ. 12 ടേമിന്റെ സമ്മ എങ്ങനെ കണ്ടുപിടിക്കുമെന്ന്? ഈ എഴുതി വെച്ചിരിക്കുന്ന n² + 8n-നകത്ത് n-ന്റെ സ്ഥാനത്ത് എത്ര ഇട്ട് കൊടുത്താൽ മതി? 12. അപ്പൊ ഒന്ന് പറഞ്ഞാട്ടെ. 12ന്റെ സ്ക്വയർ + 8 × 12. 12ന്റെ സ്ക്വയർ കുടിച്ചു നോക്കണം. 144 പ്ലസ് 12 12ന്റെ 8 കുടിക്കരുതില്ലേ? 96. ഇനി ഇത് കൂട്ടണം. 4 6 10 ശിഷ്ട 1 9 1 10 4 14 ശിഷ്ട 1 1 1 2. അപ്പൊ എത്ര കിട്ടി? 240. ഈ 240നോട് എത്രയോടെ കൂട്ടണം? 16 കൂടെ കൂട്ടണം. 6 4 1 5 2 256. ഈ 256 ക്വസ്റ്റിനകത്തിന് തന്നേക്കുന്നത് ആണോ? അപ്പൊ നമ്മൾ ചെയ്ത ആൻസർ കറക്റ്റ് ആണല്ലോ. ശരി.